നമുക്ക് പക്ഷേ കല്യാണമേളമാണ് ഗുരുവായൂരെങ്കിൽ തിരുവനന്തപുരത്ത് വേറൊരു മേള നടക്കുന്നുണ്ട്. പ്രതിഷേധമാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധി തുടരുകയാണ്. 44 കോർപ്പറേഷൻ വാർഡുകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇതുവരെയും വെള്ളം എത്തിയിട്ടില്ല. തുടർച്ചയായ 4-ാം ദിവസമാണ് കുടിവെള്ളം മുടങ്ങുന്നത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് BJPയുടെ തീരുമാനം. മേയറെ തടയുമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് തിരുവനന്തപുരത്തെ വെള്ളത്തിന്റെ അവസ്ഥ? വെള്ളമൊക്കെ കിട്ടിയോ രാവിലെ ഉമേഷ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഞാൻ കോർപ്പറേഷൻ പരിധിയിലല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ വെള്ളമുണ്ട്. പക്ഷേ കോർപ്പറേഷൻ പരിധിയിലുള്ളവരുടെ അവസ്ഥ വളരെ ദുരിതമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ബൈപ്പാസിനോട് ചേർന്ന ഒരു പൈപ്പിൻ്റെ ചുവട്ടിലാണ്. ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ അല്പം വെള്ളം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ മുതൽ തന്നെ ഈ പൈപ്പിൻ്റെ മുന്നിൽ ഈ ഓട്ടോ പിടിച്ചും ബൈക്കിലുമെല്ലാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന ആളുകളുടെ എണ്ണം അത് രാവിലെ മുതൽ കാണുന്നുണ്ട്. രാവിലെ മുതൽ ആരോ വാട്സപ്പിൽ ഇങ്ങനെ സന്ദേശം അയച്ചു ഇവിടെ വെള്ളം ലഭിക്കുന്നുണ്ടെന്ന്. പിന്നാലെ ഇത്തരത്തിൽ ചെറിയ കുപ്പികളും, അതായത് ഇതെല്ലാം കുടിവെള്ളം കുപ്പികളാണ്. ഈ കുപ്പികളെല്ലാം കൊണ്ട് കഴിയുന്ന എല്ലാ സംവിധാനത്തിലും വെള്ളം പിടിക്കാമെന്ന ചേട്ടൻ ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടെങ്കിൽ ചെറിയൊരു ഫ്രീസ് അടിച്ചിട്ടുണ്ട്. ചെറിയൊരു സാങ്കേതിക പ്രശ്നമാണ്, പരിഹരിച്ചു വരാം. വലിയ പ്രതിഷേധവും തിരുവനന്തപുരം നഗരത്തിലുണ്ട്. കേൾക്കാം, തുടർന്നോളൂ. അരുൺ, ഫ്രീസ് മാറിയെങ്കിൽ നമുക്ക് പ്രതികരണത്തിലേക്ക് പോകാം. അതുകൊണ്ട് ചേട്ടൻ ഇപ്പോൾ ഒരു ഓട്ടോയിൽ വന്നിട്ട് ഒരു കുടവുമായി വന്ന് വെള്ളം പിടിക്കുകയാണ്. ചേട്ടാ, എങ്ങനെ വീട്ടിൽ എത്ര ദിവസമായി വെള്ളമില്ല? 4 ദിവസമായി. അവസ്ഥ 4 ദിവസം ഹോട്ടലിൽ നിന്നാണ് ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുത്തോണ്ടിരുന്നത്. ഇന്ന് ഒട്ടും നിവൃത്തിയില്ല. പൈസ തീർന്ന് 3 പേര് 6 പേര് കഴിക്കണ്ടേ. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ കാണാം വാട്സാപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അങ്ങനെ പാത്രവും കുപ്പി എടുത്തോണ്ട് വന്നാ പെട്ടെന്ന് ഇത് കണ്ട ഉടനെ രാവിലെ എണീറ്റ ഉടനെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ നോക്കി ഇരിക്കുക. വാട്സാപ്പ് നോക്കിയപ്പോൾ കാണാം നമ്മുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇവിടെ വെള്ളമുണ്ട്, ആവശ്യക്കാരൊന്ന് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നാണ്. ചേട്ടൻ ചെറിയ ഒരു പാലത്തിനപ്പുറത്തുനിന്ന് വരെയാണ് കുപ്പികളിലൊക്കെ വെള്ളം എടുക്കുക. രാവിലെ ഈ മൊബൈലിൽ കൂടെയാണ് മനസ്സിലാക്കിയത് വെള്ളം കിട്ടുന്നുണ്ട്. ഞാൻ നേരെ ഇവിടെ കല്ലുമുട്ടിക്ക് വന്ന് രാവിലെ 5 മണിക്ക് കല്ലുമുട്ടി പോയി ഒരു കുപ്പി വെള്ളം എടുത്ത് 5 മണിക്ക് പോയി. ഇവിടെ നിന്ന് ഇവിടെ മൊബൈലിൽ കൂടെ ഈ ന്യൂസ് അറിയുന്നത്. അങ്ങനെയാണ് ഈ കുപ്പിയിൽ വെള്ളം എടുക്കാൻ വന്നത്. അരുൺ, ഈ ഒരു ആളുകൾ ഇത്തരത്തിൽ വെള്ളത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ എത്രത്തോളം ഭീകരമാണ് തിരുവനന്തപുരം നഗരത്തിന്റെ അവസ്ഥയെന്ന് മനസ്സിലാകും. അമ്മ എവിടെ അടുത്ത് തന്നെയാണ് വീട്? ഇവിടെ അടുത്ത് തന്നെ. 4 ദിവസം കൊണ്ട് വെള്ളമെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങനെ ആഹാരം വേവിപ്പോ ഒന്നും ആഹാരം വേവിപ്പൊന്നും ഇല്ല. നേരത്തെ അറിഞ്ഞിരുന്നത്? അറിഞ്ഞില്ല. ഇത് മുംബൈയിൽ കൂടെയാണ് ഇതിന്റെ വന്നതെന്നാണ് പറയുന്നത്. ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം കിട്ടുന്നത്. വെള്ളം വരുമ്പോൾ സന്തോഷം. പിന്നെ കൊച്ചു പിള്ളേർ പഠിക്കുന്നു 3 പേര് ബംഗാൻ്റെ സ്കൂളിലാണ്. പിന്നെ വെള്ളം ഇല്ലാതെ ഇരുന്ന് അവരെ കാര്യം എങ്ങനെ കാണും? ചേട്ടാ എവിടെ നിന്ന് വരുന്നത്? ഞാൻ അപ്പുറത്ത് പമ്പിൻ്റെ അടുത്താണ്. കൊണ്ടുവന്നില്ലേ? ഇല്ല, അവിടെ ചെറുതായിട്ട് വെള്ളം കിട്ടുന്നുണ്ട്. ഇന്ന് രാവിലെ മുതലാണ് വെള്ളം കിട്ടി തുടങ്ങിയത്. വീട്ടിലെ പൈപ്പിൽ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ വെളുപ്പിൽ ഒരു 5 മണിക്ക് ശേഷം അവിടെ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പ്രദേശത്തെല്ലാം ഇന്നലെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ എല്ലാം വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഈ ഹോട്ടലിലാണല്ലോ? വെറുതെ ആൾക്കാരെ കണ്ട് ഞാൻ നിന്നാണ്. പക്ഷെ 4 ദിവസം കൊണ്ട് വെള്ളമില്ല, ബുദ്ധിമുട്ടാണ്. ചേട്ടൻ്റെ ഹോട്ടലല്ലേ ഇത്? വെള്ളം എടുക്കുന്ന ഇതിൽ നിന്നാണ്. കാരണം കുടിക്കാൻ വെള്ളം നിവർത്തിയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഫാമിലിയായി താമസിക്കുന്ന പെണ്ണുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ബുദ്ധിമുട്ട്. പിന്നെ നമ്മൾ ഒരു 3 കിലോമീറ്റർ അപ്പുറം പോയി ബന്ധുക്കളെ വീട്ടിൽ പോയി അവിടുത്തെ ടാങ്ക് വെള്ളത്തിലാണ്. ഉമേഷ്, യഥാർത്ഥത്തിൽ എന്താണ് ഇങ്ങനെ വെള്ളം മുടങ്ങാനുള്ള കാരണം? ഒരിക്കൽ പ്രേക്ഷകരുമായി നമുക്കതൊന്ന് പങ്കുവയ്ക്കാം. കാരണം ഒരു തലസ്ഥാന നഗരത്തിലെ 44 വാർഡുകളിൽ ഇത്രയും അധികം ദിവസമായി, അതായത് 4 ദിവസമാകുന്നു വെള്ളമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് അടിയന്തരമായിട്ട് ഇടപെടാൻ കഴിയാതെ പോയത്? ഇനി ആ പ്രശ്നത്തിലേക്ക് വരാം. തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട കുടിവെള്ള പൈപ്പുകൾ പോകുന്ന ഭാഗങ്ങളിൽ അലൈൻമെൻറ്റ് മാറ്റണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. കാരണം പാത ഇരട്ടിപ്പിക്കൽ വരുമ്പോൾ സ്വാഭാവികമായി കുടിവെള്ള പൈപ്പുകൾ അവിടെ നിന്ന് മാറ്റണം, കാരണം അത് റെയിൽവേയുടെ ഭാഗമായി മാറും. ആ രീതിയിൽ അലൈൻമെൻറ്റ് മാറ്റാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ 2 ഭാഗങ്ങളിലാണ്, 2 സ്ഥലങ്ങളിലാണ് ഇത്തരമൊരു പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. പക്ഷേ 48 മണിക്കൂറിൽ, അതായത് 5-6 ദിവസങ്ങളിൽ 5-6 തീയതികളിൽ കൊണ്ട് തന്നെ ഈ പണി പൂർത്തിയാക്കുമെന്ന് അറിയിച്ചിരുന്നു.
അങ്ങനെയാണ് അറിയിപ്പ് വന്നതും 48 മണിക്കൂറിൽ ജോലികളെല്ലാം പൂർത്തിയാക്കുമെന്ന് അറിയിച്ചു. പക്ഷേ പൂർത്തിയാക്കില്ല. ഇത് 4ാം ദിവസത്തിലേക്ക് കടക്കുന്നു. 48 മണിക്കൂർ എന്ന് പറയുന്നത് ഇപ്പോൾ 96 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇരട്ടി അധികം സമയം എടുത്തിരിക്കുന്നു. എന്നിട്ടും ഇപ്പോഴും പൂർത്തിയാക്കില്ല. ഇന്നലെ രാത്രിയോടുകൂടി ചെറിയ രീതിയിൽ താൽക്കാലികമായി പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിലെ 44 വാർഡുകളുണ്ട്. ഈ 44 വാർഡുകളിൽ എല്ലാ വാർഡുകളിലും ചെറിയ ഉയർന്ന പ്രദേശങ്ങളുണ്ടാവും. ഇതിപ്പോൾ താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് റോഡിനപ്പുറം എന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന പ്രദേശമാണ്. ആ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ വീടുകളിൽ വെള്ളം ലഭിക്കുന്നില്ല. എന്നാൽ ഇപ്പുറത്ത് ഈ ഭാഗത്ത് പക്ഷേ ഇന്നലെ രാത്രി വീണ്ടും ഒരു ആണോ ചെയ്തു കൊടുക്കേണ്ടത്, റെയിൽവേ ആണോ ചെയ്തു കൊടുക്കേണ്ടത്, അതോ കോർപ്പറേഷന്റെ ആണോ നേതൃത്വത്തിൽ? ആരുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു വീഴ്ച വന്നിട്ടുണ്ടാവുന്നത്? വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയാണ് ഈ ജോലികളെല്ലാം ചെയ്യേണ്ടത്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്നലെ മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു. കാരണം ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഒന്നുകിൽ 48 മണിക്കൂറിൽ പറഞ്ഞാൽ 48 മണിക്കൂറിൽ തീർക്കുക, അങ്ങനെ തീർത്തില്ലെങ്കിൽ ബദൽ ക്രമീകരണം ഒരുക്കാനുള്ള ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റിക്കുണ്ട്. അത്തരത്തിൽ ബദൽ ക്രമീകരണത്തിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ആകെ 10 ടാങ്കറിൽ മാത്രമാണ് വെള്ളം നൽകി പോന്നിരുന്നത്. കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ കൂടുതൽ ടാങ്കറുകൾ വാടകയ്ക്കെടുത്ത ഈ പ്രദേശങ്ങൾ, വെള്ളമില്ലാത്ത പ്രദേശങ്ങളെല്ലാം കൃത്യമായി കഴിയുമായിരുന്നു എന്നാണ് മേയർ പറഞ്ഞത്. അത്തരമൊരു നിർദ്ദേശം, അതായത് ഏകോപനമോ ഉണ്ടായില്ല. അതാണ് കാരണം. അത്തരമൊരു പ്രശ്നമുണ്ട്. പക്ഷെ അത് പോരാ എന്നുള്ളതാണ് ഈ പ്രശ്നം. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ഈ പറയുന്നത് പോലെ വെള്ളം പൂർണ്ണമായി എവിടെ നിന്നെല്ലാം വെള്ളം എടുക്കുന്നു. പിന്നെ ഈ അല്പം ഒരു ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ടാങ്കറിൽ എത്തിക്കുന്ന വെള്ളം പോയി പിടിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ കഴിയാത്ത പ്രായമായവർ, മറ്റ് അസുഖമുള്ളവർ, അവരെല്ലാം കടുത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു ജംഗ്ഷനിലായിരിക്കും ഈ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നത്. പക്ഷേ അവിടെ എത്തി വെള്ളം എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ കഴിയാത്തവർ വരെയുണ്ട്. പലരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ബൾക്കായിട്ട് കുപ്പിവെള്ളം വാങ്ങിക്കൊണ്ട് പോകുന്ന കാഴ്ചകൾ വരെ കണ്ടിരുന്നു. എന്തായാലും ഇന്നലെ രാത്രി ചെറിയ രീതിയിൽ പമ്പിംഗ് പുനരാരംഭിച്ചെങ്കിലും അതിനൊരു പ്രതിസന്ധി വന്നത്. കാരണം പമ്പിംഗ് പുനരാരംഭിച്ചിരുന്നു, പ്രഷർ കുറച്ചാണ് പുനരാരംഭിച്ചത്. പക്ഷേ മറ്റൊരു സ്ഥലത്ത്, അതും കിള്ളിപ്പാലം ഭാഗങ്ങളിൽ ഒരു സ്ഥലത്ത് വീണ്ടും പൈപ്പ് പൊട്ടി. അത് അപ്രതീക്ഷിതമായിരുന്നു വാട്ടർ അതോറിറ്റിക്ക്. അതോടുകൂടി വീണ്ടും പമ്പിംഗ് ആ പ്രദേശങ്ങളിൽ നിർത്തിവെക്കേണ്ടി വന്നു. പുനഃസ്ഥാപിക്കാതെ വീണ്ടും പമ്പിംഗ് മാറ്റണമെന്നുള്ളത് ചുരുങ്ങിയ പക്ഷം 1-2 ആഴ്ച മുമ്പെങ്കിലും വാട്ടർ അതോറിറ്റിക്ക് ബോധ്യമുള്ള കാര്യമല്ലേ? വാട്ടർ അതോറിറ്റി തന്നെയല്ലേ ആ തീയതി നിശ്ചയിച്ചതും? വാട്ടർ അതോറിറ്റി നേരത്തെ തന്നെ ഇതിന് അറിയിപ്പ് നൽകിയിരുന്നു. അതായത് 5-6 തീയതികളിൽ വെള്ളം മുടങ്ങുമെന്ന് അറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രതിസന്ധി 5-6 തീയതികളിൽ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിച്ചില്ല. ഇന്നലെ 7-ാം തീയതിയായി. അതോടുകൂടിയാണ് ജനങ്ങൾ പൂർണ്ണമായി കൈവിട്ടു പോയത്. ഒരുപക്ഷെ 6-ാം തീയതി വൈകിട്ടൊക്കെ ആയപ്പോൾ തന്നെ ശേഖരിച്ചിരുന്ന വെള്ളം പൂർണ്ണമായി തീർന്നപ്പോൾ ജനങ്ങൾ പാനിക്കായി തുടങ്ങിയിരുന്നു. ഇന്നലെ ആയപ്പോൾ 7-ാം തീയതിയായി. ഇന്നലെ ഒരു സ്ഥലങ്ങളിലും ടാങ്കിലും മറ്റും വെള്ളമില്ലാത്ത സാഹചര്യം വന്നു. ഇന്നായപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് ജനങ്ങൾ പോവുകയാണ്. കുടിവെള്ളമില്ല എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി. വീട്ടിൽ പാചകം ചെയ്യാൻ കഴിയില്ല, കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ല, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല. ഈ ഒരു വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരവാസികൾ. എന്തായാലും ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളിലെ ചെറിയ പബ്ലിക് പൈപ്പുകളിൽ വരുന്ന വെള്ളം, ആ വെള്ളമാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ പല പ്രദേശവാസികളും ആശ്രയിക്കുന്നത്. എവിടെയെങ്കിലും വെള്ളമുണ്ടെങ്കിൽ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, പ്രാദേശികമായി ഉണ്ടാകുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയക്കും. ആ സന്ദേശത്തിൽ സന്ദേശം കേട്ട് ഉടൻ വാഹനവുമെല്ലാം എടുത്ത് ഈ വാഹനമെല്ലാം വെള്ളം രാവിലെ ഉണ്ട് എന്ന് അറിഞ്ഞ് വാഹനവുമായി വന്ന ആളുകളാണ്, അതിൻ്റെ വാഹനങ്ങളാണ്. നേരത്തെ ആ ചേട്ടന്മാരുടെ എല്ലാം പ്രതികരണം നമ്മൾ തേടിയതാണ്. ആ ബൈക്കിലുമെല്ലാം രാവിലെ വന്നു. നമ്മൾ അവിടെ വന്ന് രാവിലെ എത്തുമ്പോൾ ഒരു ഇതിനധികം, അതായത് 3 ഓട്ടോറിക്ഷ അടക്കം ഉണ്ടായിരുന്നു. ഈ ചേട്ടനെല്ലാം ഈ വാട്ടർ ടാങ്കിലെല്ലാം വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഒരു വാട്ടർ അതോറിറ്റിക്ക് ഒരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ഒരു വീഴ്ച, സാധാരണ ഒരു അറിയിപ്പ് നൽകി അത് കൃത്യമായി നടപ്പാക്കിയില്ല എങ്കിൽ അതിന് ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഒരുക്കുന്നതിൽ വാട്ടർ അതോറിറ്റി വലിയ രീതിയിൽ 2 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കും എന്നാണ് വാട്ടർ അതോറിറ്റി കരുതിയത്. പക്ഷേ അപ്പോഴും ഒരു സ്റ്റാൻഡ് ബൈ എടുക്കണമായിരുന്നു, അപ്പോഴും ഒരു ബദൽ സംവിധാനം ഒരുക്കണമായിരുന്നു. ആ ബദൽ സംവിധാനം ഒരുക്കാതെ പോയി വാട്ടർ അതോറിറ്റി കോർപ്പറേഷനുമായ ഒരു ആശയവിനിമയമൊക്കെ നടത്തി. 2 ദിവസത്തിൽ കൂടുതൽ ഒരുപക്ഷേ പണി നീണ്ടൽ. ആദ്യത്തെ ദിവസം അറിയാലോ, ഇത് നാളെ കൊണ്ട് തീരാൻ പോകുന്നില്ല. അത്രയും 44 വാർഡുകളിലേക്കും ആവശ്യമുള്ള വാട്ടർ ടാങ്കർ സജ്ജീകരിക്കണമായിരുന്നു. ഇതൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തേണ്ട കാര്യമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം വിട്ടുകൊടുത്തൽ നടക്കുന്ന കാര്യമല്ല. കോർപ്പറേഷനുമായിട്ടും, പ്രത്യേകിച്ച് കോർപ്പറേഷനാണ് ഇത്തരം കാര്യങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി പെരുമാറേണ്ടത്. കോർപ്പറേഷൻ തന്നെ വാട്ടർ അതോറിറ്റിയോട് ചോദിക്കുകയും 2 ദിവസം കൊണ്ട് നടന്നില്ലെങ്കിൽ ബദൽ ക്രമീകരണം
പ്രതികരണങ്ങൾ വേണോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ രാവിലെ ആകുമ്പോഴേക്ക് എല്ലാ വാർഡുകളിലും ആവശ്യത്തിന് വെള്ളവുമായിട്ട് ടാങ്കറുകൾ എത്തണമായിരുന്നു. അത്തരത്തിലുള്ളൊരു സംവിധാനം എന്തുകൊണ്ടാണ് നമുക്ക് ഏർപ്പെടുത്താൻ കഴിയാതെ പോയതെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗുരുതരമായ വീഴ്ചയാണ്. 2 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കാം എന്നു കരുതിയെങ്കിലും 3-ാം ദിവസത്തിലേക്കും 4-ാം ദിവസത്തിലേക്കും പണി നീളുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അലൈൻമെൻറ്റ് വർക്കിനെ തുടർന്നാണ് ഇപ്പോൾ തലസ്ഥാന നഗരത്തിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരിക്കുന്നത്. ആളുകൾ വെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന അവസ്ഥ. എവിടെയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയ്യിൽ ഉള്ള കുപ്പിയും പാത്രവും ഒക്കെ ആയിട്ടാണ് ആളുകൾ പോകുന്നത്. ഓണക്കാലമാണ്, അവധി ദിവസമാണ്. ചില വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസങ്ങളായിരുന്നു. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ ആളുകളെ പരമാവധി ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഈ സംവിധാനങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വിവരങ്ങൾ നൽകിയത് ഉമേഷ് ബാലകൃഷ്ണനാണ്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്.